ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ജിജ്ഞാസിതം സുസമ്പന്നമപി തേ മഹദദ്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥപരിബ്രംഹിതം. ജിജ്ഞാസിതം സുസമ്പന്നമപി. ജിജ്ഞാസിതം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത്. സുസമ്പന്നമപി, സുസമ്പന്നം അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സുസമ്പന്നമപി. സുസമ്പന്നം എന്ന് പറഞ്ഞാല് വേണ്ടുവോളം, വേണ്ട വിധത്തില് വേണ്ടുവോളം അങ്ങ് അറിഞ്ഞിരിക്കുന്നു, അങ്ങ് നേടിയിരിക്കുന്നു, സമ്പന്നനായിരിക്കുന്നു. അപി എങ്കിലും തേ അങ്ങേക്ക് മഹദത്ഭുതം, മഹത്ത് അത്ഭുതം, രണ്ട് വാക്കുകൾ ചേരുന്നതാണത്. മഹത് എന്ന് പറഞ്ഞാല് മഹത്തും, മഹത്തായിട്ടുള്ളതും, അത്ഭുതം ആശ്ചര്യകരവുമായിട്ടുള്ള, കൃതവാൻ എന്ന് പറഞ്ഞാല് അങ്ങ് നിർമ്മിച്ചുവല്ലോ, ഉണ്ടാക്കിയല്ലോ, അല്ലെങ്കിൽ രചിച്ചുവല്ലോ. എന്താ? ഭാരതം, ഭാരതത്തെ, മഹാഭാരതം എന്ന ബൃഹത്തായ ഗ്രന്ഥത്തെ, ബൃഹത്തായിട്ടുള്ളതും അത്യാശ്ചര്യകരവുമായിട്ടുള്ള മഹാഭാരതം എന്ന ഗ്രന്ഥത്തെ അങ്ങ് രചിച്ചുവല്ലോ, നിർമ്മിച്ചുവല്ലോ. കാരണം ഒരു പക്ഷേ ഒരായുസ്സുകൊണ്ട് മുഴുവൻ എഴുതി തീർക്കാൻ കഴിയുന്നതല്ല മഹാഭാരതം എന്ന ഗ്രന്ഥമെന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. അത്രമാത്രം കഥാപാത്രങ്ങളുടെ ബാഹുല്യം കൊണ്ടും കഥാസന്ദർഭങ്ങളുടെ ബാഹുല്യം കൊണ്ടും ധർമാധർമ്മങ്ങളെ ഇത്ര വ്യക്തമായി വിവേചിച്ചു പറഞ്ഞിരിക്കുന്നതിനാലും ഇതൊക്കെ ഒരു ആയുസ് കൊണ്ട് ഒരാളിന് എഴുതി തീർക്കാൻ കഴിയുന്നതല്ല. എന്നിട്ട് പോലും അത്രയും ബൃഹത്തായിട്ടുള്ള, അത്രയും മഹത്തായിട്ടുള്ള ഒരു മഹാഭാരതം എന്ന മഹത് ഗ്രന്ഥത്തെ അങ്ങ് രചിച്ചുവല്ലോ. യസ്ത്വം, യഹ ത്വം, രണ്ട് വാക്കുകളാണത്. യഹ എന്ന് പറഞ്ഞാൽ യാതൊരു, ത്വം അങ്ങ്, സർവാർത്ഥ പരിബ്രംഹിതം, സകല അർത്ഥങ്ങളാലും, പരിബ്രംഹിതം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള. ഇവിടെ ഈ 4 അർത്ഥങ്ങൾ, അതായത് 4 പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങളെയും അങ്ങ് അതിൽ വേണ്ട വിധത്തിൽ അങ്ങ് പരിപൂർണമായി അങ്ങ് വർണ്ണിച്ചിരിക്കുന്നു. അതില് ഏതെങ്കിലും 1 or 2 പുരുഷാർത്ഥങ്ങളെ അല്ല അങ്ങ് അതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന, 4 പുരുഷാർത്ഥങ്ങളെയും അങ്ങ് ഭംഗിയായി പറഞ്ഞിരിക്കുന്നു. പ്രധാനമായും നമ്മൾ മഹാഭാരത ഗ്രന്ഥത്തെ കുറിച്ച് പറയുമ്പോൾ ധർമാധർമ്മങ്ങളെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇവിടെ ധർമ്മവും അധർമ്മവും മാത്രമല്ല, 4 പുരുഷാർത്ഥങ്ങളെയും വേണ്ട വിധത്തിൽ അതില് വർണ്ണിച്ചിരിക്കുന്നു എന്ന് ശ്രീ നാരദ മഹർഷി തന്നെയാണ് നമുക്കിവിടെ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ നാല് പുരുഷാർത്ഥങ്ങളെയും പരിപൂർണമായ രീതിയിൽ വർണ്ണിച്ചിട്ടുള്ള, ബൃഹത്തായിട്ടുള്ള, മഹത്തായിട്ടുള്ള, അത്യാശ്ചര്യകരമായിട്ടുള്ള ശ്രീ മഹാഭാരതം എന്ന ഗ്രന്ഥത്തെ അങ്ങ് രചിച്ചുവല്ലോ. അങ്ങ് അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്നു. അറിവ് കൊണ്ടും അങ്ങ് സമ്പന്നനാണ്, നിറഞ്ഞവനാണ്, പരിപൂർണനാണ്. അതുകൊണ്ട് അതിനൊരു ഉദാഹരണം, അങ്ങ് അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഗുണങ്ങള് അങ്ങയിൽ നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങ് അതുകൊണ്ട് അതിൽ സമ്പന്നനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാരദ മഹർഷി ഒരു ഉദാഹരണം പറഞ്ഞത്. അങ്ങ് മഹാഭാരതം പോലെ ഒരു ഗ്രന്ഥം 4 പുരുഷാർത്ഥങ്ങളെയും ഭംഗിയായി
വർണ്ണിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം അങ്ങ് രചിച്ചിരിക്കുന്നു, ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം അങ്ങ് രചിച്ചിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ, ആ രചനയിൽ നിന്ന് തന്നെ അങ്ങയുടെ ഗുണം, തികവ്, പാഠവ്യം എല്ലാം വ്യക്തമാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജിജ്ഞാസിതം സുസമ്പന്നമപി തേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്: സുസമ്പന്നമപി, മായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ മഹദത്ഭുതം, ദായുടെ അകാരവും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത സർവാർത്ഥ പരിബ്രംഹിതം, അത് വായിക്കുമ്പോൾ തെറ്റുകൂടാതെ വായിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. ജിജ്ഞാസിതമധീതം ച യത്തദ് ബ്രഹ്മ സനാതനം അഥാപി ശോചസ്യാത്മാനമകൃതാർത്ഥ ഇവ പ്രഭോ. ജിജ്ഞാസിതമധീതം, ജിജ്ഞാസിതം അധീതം, ഇങ്ങനെ അധീതം ച, 2 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ജിജ്ഞാസിതം എന്ന് പറഞ്ഞാല് അങ്ങ് വിചാരിക്കപ്പെട്ടു. അധീതം ച, അധീനമാക്കുകയും ചെയ്തോ, പ്രാപിക്കപ്പെടുകയും ചെയ്തോ. യത്തത്, യത് തത്, യത് എന്ന് പറഞ്ഞാല് യാതൊന്നാണോ, തത് അത്. ബ്രഹ്മസനാതനം, സനാതനം എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും ഉള്ളതായിട്ടുള്ള ബ്രഹ്മം. ആ പരബ്രഹ്മം യാതൊന്നാണോ എല്ലാ കാലത്തിലും ഉള്ളത്, അതിനെ അങ്ങ് നന്നായി വിചാരം ചെയ്യുകയും ചെയ്തു, വിചാരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അങ്ങയാൽ. തന്നെയുമല്ല, പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അഥാപി, എന്നിരുന്നാലും, ശോചസ്യാത്മാനമകൃതാർത്ഥ ഇവ പ്രഭോ. ശോചസി ആത്മാനം അകൃതാർത്ഥ, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ശോചസി എന്ന് പറഞ്ഞാല് അങ്ങ് ദുഃഖിക്കുന്നു. നമുക്ക് എന്തൊന്നാണോ ലഭിക്കേണ്ട, നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖമുണ്ടാവുകയില്ല, അല്ലേ? നമ്മൾ ആഗ്രഹിച്ച് എന്തെങ്കിലും ഒന്ന് കൊതിച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒന്ന് ലഭിക്കാൻ, അത് കിട്ടിക്കഴിയുമ്പോഴോ നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ പറയുകയാണ്, ഈ സർവചരാചരങ്ങളും, എല്ലാ ലോകങ്ങളിലുമുള്ള സർവചരാചരങ്ങളും തിരയുന്നത് യാതൊന്നിനെയാണോ, ഏതൊരു പരബ്രഹ്മത്തെയാണോ, എല്ലാ കാലത്തിലും നിലകൊള്ളുന്നതായിട്ടുള്ള ആ പരബ്രഹ്മത്തെ അങ്ങ് വിചാരം ചെയ്തിരിക്കുന്നു, അങ്ങയാൽ പ്രാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും അങ്ങെന്തേ ദുഃഖിക്കുന്നു? ശോചസി, ആത്മാനം എന്ന് പറഞ്ഞാല് ആത്മാവിനെ കുറിച്ച്, തന്നെ കുറിച്ച് എന്തിന് ദുഃഖിക്കുന്നു? അകൃതാർത്ഥ എന്ന് പറഞ്ഞാല് കൃതാർത്ഥനല്ലാത്തവനെ പോലെ. അങ്ങേക്ക് ഇപ്പോഴും അങ്ങോട്ടൊരു തൃപ്തി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ആ രീതിയിൽ അങ്ങ് എന്തുകൊണ്ട് അവനവനെ കുറിച്ച് തന്നെ ചിന്തിച്ച് അങ്ങ് ദുഃഖിക്കുന്നു? ഒക്കെ നാരദ മഹർഷി കൃത്യമായിട്ടാണ് വാക്കുകൾ പ്രയോഗിക്കുന്നത്. ഇവിടെ വ്യാസഭഗവാൻ ഒന്നും പറഞ്ഞില്ല, പക്ഷെ പറയാതെ തന്നെ ത്രികാലജ്ഞാനിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷി തൻ്റെ മുൻപിലിരിക്കുന്ന, തൻ്റെ അടുത്തിരിക്കുന്ന ആ വ്യാസ മഹർഷിയെ നോക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ശരീരവും മനസ്സും ആത്മാവും സുഖമല്ലേ? പരിതുഷ്യതി കച്ചിത്, പരിതോഷിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. അതിനുശേഷം ആ വ്യാസ മഹർഷിയുടെ ഗുണങ്ങളെ, മഹത്വത്തെ ഒക്കെ പറഞ്ഞു നാരദ മഹർഷി. അറിവ് കൊണ്ടും
ജന്മം കൊണ്ടുമൊക്കെ നിറഞ്ഞവനായിട്ടുള്ള പരിപൂർണനായിട്ടുള്ള വ്യാസമഹർഷി ഈ 3 ലോകങ്ങളിലും സർവചരാചരങ്ങളും തേടുന്നത് എന്തിനെയാണോ, നിറഞ്ഞിരിക്കുന്നത് എന്താണോ, എല്ലാ കാലത്തും നിലനിൽക്കുന്നത് എന്താണോ, അതിനെ വേണ്ട വിധത്തിൽ തന്നെ വിചാരം ചെയ്ത് അത് നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് നേടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ളതായ കർമ്മം. ആ ഭഗവാനെ കിട്ടുക എന്നുള്ളത് ഇവിടെ പറയാണ്. വ്യാസഭഗവാൻ അത് നേടിയിരിക്കുന്നു, സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ശ്രീ നാരദ മഹർഷിയാണെന്ന് കൂടി ആലോചിക്കണം. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നിട്ടും എന്തേ കൃതാർത്ഥനല്ലാത്തവനെ പോലെ അങ്ങ് ദുഃഖിക്കുന്നത്, അവനവനെ കുറിച്ച് തന്നെ ഓർത്ത് ദുഃഖിക്കുന്നത്? അകൃതാർത്ഥം ഇവ എന്നാണ്. അകൃതാർത്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും തൃപ്തിയില്ലാത്തവനെ പോലെ, കൃതാർത്ഥനല്ലാത്തവനെ പോലെ, ഉള്ളിൽ വേണ്ടത് നേടിയിട്ടും ആ ഒരു സന്തോഷം ഇല്ലാത്തവനെ പോലെ. ഇവ എന്ന് പറഞ്ഞാൽ പോലെ, പ്രഭോ എന്ന് പറഞ്ഞാൽ അല്ലയോ. ഇവിടെ പ്രഭുവായുള്ളവനെ എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഭഗവാന്റെ തന്നെ അംശാവതാരമാണ് ശ്രീ വ്യാസമഹർഷി. അതുകൊണ്ട് വ്യാസമഹർഷിയെ വിളിച്ചതും പ്രഭു എന്നാണ്. നമുക്ക് ഭഗവാന്റെ സഹസ്രനാമങ്ങളിലും അങ്ങനെ ഒരു പേര് കാണാം. ഇവിടെ ഭഗവാനെ, ഈ വ്യാസഭഗവാനെയും അങ്ങനെയാണ് നാരദ മഹർഷി അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അല്ലയോ പ്രഭോ, അങ്ങ് എന്തെല്ലാം അങ്ങ് സാധിച്ചിരിക്കുന്നു അല്ലെ. ശ്രീ മഹാഭാരതം എന്ന ഗ്രന്ഥം രചിച്ചതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ യോഗികളാൽ പോലും അത്ര എളുപ്പം നേടുവാൻ കഴിയാത്തതായിട്ടുള്ള ആ പരബ്രഹ്മത്തെ തന്നെ അങ്ങ് നേടിയിട്ടും, അതായത് ചെയ്യേണ്ടതിനെയൊക്കെ അങ്ങ് ചെയ്തു തീർത്തിരിക്കുന്നു. എന്നിട്ടും ആ എല്ലാം ഞാൻ ചെയ്തു എന്നുള്ള ഒരു നിറവ്, ഒരു പരിപൂർണത, ഒരു ആത്മസംതൃപ്തി അങ്ങേക്കില്ലാതെ അങ്ങ് ആത്മാവിനെ കുറിച്ച് ക്ലേശിക്കുന്നുവല്ലോ. ഇതിനെന്താണ് കാരണം? നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജിജ്ഞാസിതമധീതം ച യത്തദ് ബ്രഹ്മ സനാതനം അഥാപി ശോചസ്യാത്മാനമകൃതാർത്ഥൈവ പ്രഭോ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതില് ഒരെണ്ണം സമനം വലിയ ഒരു സമസ്ത പദമാണ്. ജിജ്ഞാസിതമധീതം, ജിജ്ഞാസിതം അധീതമാണ്. മായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് യത്തത്, രണ്ടാമത്തെ ത കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ശോചസ്യാത്മാനമകൃതാർത്ഥ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കണം. ശോചസി ആത്മാനം ആണ്, അതുകൊണ്ട് തന്നെ സ്യ എന്ന അക്ഷരത്തിന്റെ ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ ശോചസ്യാത്മാനമകൃതാർത്ഥ, മായുടെ ആകാരം ശ്രദ്ധിക്കുക. അകൃതാർത്ഥ ആണ്. പദം പിരിക്കണ്ട, നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത്, അപ്പോൾ ഇവിടെ ഒരു ചോദ്യമേ സത്യത്തിൽ ചോദിക്കുന്നുള്ളൂ. ആദ്യം ചോദിച്ച ശരീരവും മനസ്സും ആത്മാവും ഒക്കെ സുഖമല്ലേ എന്ന് ശ്രീ നാരദ മഹർഷി ചോദിക്കുമ്പോൾ ഒടുവിൽ ഒരൊറ്റ ചോദ്യത്തിൽ കൊണ്ട് നിർത്തി, അങ്ങ് പരിപൂർണനാണ്, പൂർണ്ണമായും ഇപ്പോൾ ആനന്ദത്തെ അനുഭവിക്കേണ്ട ഈ ഒരു വേളയിൽ അങ്ങ് എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്നൊരു ചോദ്യത്തിൽ കൊണ്ടുവന്ന് ഒതുക്കി ശ്രീ നാരദ മഹർഷി. ഇനി അതിനായിട്ട് ശ്രീ വ്യാസഭഗവാൻ എന്താണ് മറുപടി പറയുന്നത് എന്നുള്ളതാണ് അടുത്തത്. വ്യാസ ഉവാച അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം. അസ്ത്യേവ, അസ്തി ഏവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അസ്തിയേവ. അസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഏവ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്. മേ സർവമിതം, മേ എന്ന് പറഞ്ഞാൽ എനിക്ക്
അത് ഉറപ്പാണ്. സർവമിതം, സർവം ഇതം, രണ്ട് വാക്കുകളാണത്. സർവം എന്ന് പറഞ്ഞാൽ എല്ലാം, ഇതം ഇത്, ഇതെല്ലാം എനിക്ക് ഉറപ്പുണ്ട്. ത്വയോക്തം, ത്വയ ഉക്തം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്വയോക്തം. ത്വയ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ, ഉക്തം പറയപ്പെട്ട, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, ഉണ്ട് എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. തഥാപി എന്നിരുന്നാലും, നാത്മാ പരിതുഷ്യതേ മേ, മേ എന്ന് പറഞ്ഞാൽ എൻ്റെ, ന ആത്മാ പരിതുഷ്യതേ, എൻ്റെ ആത്മാവ്, ന പരിതുഷ്യതേ അത് പരിതോഷിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്, ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്, ഭഗവാന്റെ കൃപ വേണ്ടുവോളം കിട്ടി, ശ്രീ മഹാഭാരതം എന്ന ഒരു ഗ്രന്ഥത്തെ രചിക്കുവാൻ കഴിഞ്ഞു, ഭഗവാനെ വേണ്ടുവോളം വിചാരം ചെയ്തു, 4 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് വിചാരം ചെയ്ത് വേണ്ടുവോളം അത് ഗ്രന്ഥങ്ങളിൽ വർണ്ണിക്കുകയും ചെയ്തു, ഭഗവാനെ വിചാരം ചെയ്ത് അത് പ്രാപിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും എൻ്റെ ആത്മാവ് ന പരിതുഷ്യതേ, പരിതോഷിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. തന്മൂലം അവ്യക്തമഗാധബോധം, തന്മൂലം അതിൻ്റെ കാരണത്തെ, നോക്കൂ അവിടെ കുറച്ചധികം വാക്കുകളുണ്ട്. തന്മൂലം അവ്യക്തം അഗാധബോധം, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. തന്മൂലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലത്തെ, കാരണത്തെ, അവ്യക്തം അസ്പഷ്ടമായിരിക്കുന്ന, വ്യക്തമല്ലാത്തതായിട്ടുള്ള അഗാധബോധം, വളരെ ആഴത്തിൽ ഉള്ള ബോധത്തോടു കൂടിയവനുമായ, അതായത് ഉത്തമ ജ്ഞാനിയായിട്ടുള്ള, പൃച്ഛാമഹേ, പൃച്ഛാമഹേ എന്ന് പറഞ്ഞാല് ഞാന് ചോദിക്കുന്നു. ത്വാത്മഭവാത്മഭൂതം, ത്വാ ആത്മഭവാത്മഭൂതം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വാത്മഭവാത്മഭൂതം. ത്വ എന്ന് പറഞ്ഞാല് അങ്ങയോട്, ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. അങ്ങാകട്ടെ അഗാധബോധനാണ് എന്ന് പറഞ്ഞാൽ, അഗാധബോധമുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തില് അറിവുള്ളവനായിട്ടുള്ള അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്. ആത്മഭവാത്മഭൂതം, ആത്മഭവ ആത്മഭൂതം, ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നുണ്ടായവനായിട്ടുള്ള, അതായത് ബ്രഹ്മപുത്രനായിട്ടുള്ള അല്ലയോ ശ്രീ നാരദ മഹർഷി, അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞതെല്ലാം എനിക്കുണ്ട്, ഈ ഗുണങ്ങളുണ്ട്, അങ്ങ് പറഞ്ഞതെല്ലാം സത്യവുമാണ്. എന്നിരുന്നാലും എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും അഭിമാനിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നില്ല. അല്ലയോ മഹാജ്ഞാനിയായിട്ടുള്ള മഹാമുനെ, ദേവർഷേ, ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള അതിഗംഭീരമായ അറിവുള്ളവനായിട്ടുള്ള അങ്ങയോട് ഞാൻ എൻ്റെ ഈ അസന്തോഷത്തിന്റെ അവ്യക്തമായിട്ടുള്ള കാരണം എന്താണ് എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു കൊള്ളുന്നു. അതായത് എനിക്ക് അങ്ങ് പറഞ്ഞതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല. എന്താണ് എൻ്റെ സന്തോഷമില്ലായ്മയുടെ, ദുഃഖത്തിന്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അങ്ങാകട്ടെ എന്നേക്കാൾ അഗാധബോധം, വളരെ ഗംഭീരമായ ബോധത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് അങ്ങയോട് ഞാൻ ചോദിച്ചു കൊള്ളുന്നു, അങ്ങ് പറഞ്ഞു തരയണമേ എന്നൊരു അപേക്ഷയാണിവിടെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വ്യാസ ഉവാച അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യതേ മേ
തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. ശ്ലോകം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ വായിക്കാൻ, അല്പം ലെങ്തി ആയിട്ടുള്ള നീളം കൂടിയ ഒരു ശ്ലോകവും കൂടിയാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അസ്ത്യേവ, അസ്തി ഏവ ആണ്. അപ്പോൾ ഏകാരം ശ്രദ്ധിക്കുക, പദം പിരിക്കണ്ട. അതുപോലെ സർവമിതം, സർവം ഇതമാണ്, പദം പിരിക്കണ്ട. മായുടെ ഇകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ നാത്മാ, ന ആത്മാ ആണ്. വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക അവിടെ. പിന്നെ അടുത്ത വരിയിലേക്ക് വരുമ്പോൾ തന്മൂലമവ്യക്തമഗാധബോധം, അത് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. അവിടെ വായിക്കുമ്പോൾ തന്മൂലം അവ്യക്തമാണ്, മായുടെ അകാരം ശ്രദ്ധിക്കുക. തന്മൂലം അവ്യക്തം അഗാധബോധമാണ്, മായുടെ അകാരം വീണ്ടും ശ്രദ്ധിക്കുക അവിടെ. പിന്നെ ത്വാത്മഭവാത്മഭൂതം, നമുക്കറിയാം അവിടെ രണ്ട് വിശ്ലേഷണം ഉള്ളത് കൊണ്ട് തന്നെ അകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട് അവിടെ. ത്വാത്മഭവാത്മഭൂതം, അതും ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. അത്ര എളുപ്പമുള്ള ഒരു ശ്ലോകമല്ല അതെന്നറിയാം. എങ്കിലും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അതും വായിക്കുവാൻ കഴിയും. പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചു കൊള്ളട്ടെ. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.